PM ശ്രീ കേരളം പങ്കാളിയാവുന്നതിനെ കടുത്ത എതിർപ്പായിരുന്നു UDF. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറ്റി. ഇത് BJPയും CPMും തമ്മിൽ ഒരു ഡീൽ ഉണ്ടെന്ന് സ്ഥാപിക്കുന്നതിനുള്ള തെളിവായിട്ടല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്? CPMോ ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല, ഞങ്ങൾ ഇത് നടപ്പാക്കുന്നില്ല എന്നും പറഞ്ഞു. അത് LDFന്റെ തീരുമാനമാണ്. ഇപ്പോ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഈ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് LDF ഒന്നും ചെയ്തിട്ടില്ല. സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കണം, കേന്ദ്രം എല്ലാം ലിസ്റ്റ് ഉണ്ടാക്കണം, നമ്മൾ ചെയ്തിട്ടില്ല. എഗ്രിമെന്റ് സൈൻ ചെയ്യണം, ചെയ്തിട്ടില്ല. ഇതിനായിട്ടുള്ള പണമുണ്ട്, പണം മേടിച്ചിട്ടില്ല. അപ്പൊ LDF ഇതുമായിട്ട് മുന്നോട്ട് പോയില്ല. ഭരണത്തിൽ വന്ന UDF തുടക്കം മുതൽ ഇത് നടപ്പാക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അതിന് പറഞ്ഞതെന്താ? തൊടുന്യായം ഒപ്പിട്ടുപോയി, ഇനി മാറാൻ പറ്റില്ല. ഇതല്ലേ ആളാം പ്രതി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു MOUയിൽ ഒപ്പിട്ടിട്ടുണ്ട്, വേറൊന്നും ചെയ്തിട്ടില്ല, പിൻവാങ്ങണമെങ്കിൽ പിൻവാങ്ങണം. ഇനി ഒപ്പിട്ടാലും പിൻവാങ്ങി പിൻവാങ്ങും. എന്താണെന്ന് PM ശ്രീ ഈ അന്തർദേശീയ കരാറുമല്ലോണോ? ഇത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രം ആവിഷ്കരിച്ച് അവരുടെ മാനദണ്ഡപ്രകാരം സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നത്. സംസ്ഥാനത്തിന് നടപ്പാക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ പദ്ധതി നടപ്പാക്കണ്ട. ഏറ്റവും വലിയ കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ലേ തൊഴിലുറപ്പ്. 3 വർഷമായിട്ട് ബംഗാളിൽ 10 പൈസ കിട്ടിയിട്ടുണ്ട്. ബംഗാൾ നടപ്പാക്കുന്നില്ലല്ലോ. ബംഗാൾ നടപ്പാക്കാന്ന് പറഞ്ഞാലും കേന്ദ്രം പറയണത് ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് തരൂലെന്നാണ്. ഒരു കരാർ ഒപ്പിട്ടാൽ പോലും ഒരു സംസ്ഥാനം പറയണ് ഞങ്ങളുടെ അധികാരപരിധിപ്പെട്ടാണ്, ഞങ്ങൾ നടപ്പാക്കുന്നില്ല. ഇത് ക്രിമിനൽ കേസാന്ന് വിചാരിച്ചോ? കേന്ദ്രത്തിനാകെ പറയാൻ പറ്റുന്നത് ഞങ്ങൾ പണം തരൂലെന്നാ. അത് തന്നെ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കരാർ എത്തിയിട്ടില്ല, MOU മാത്രമാണ്. എന്താ MOU? ധാരണാപത്രം. ഒരു കരാറിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് MOU എന്ന് പറയുന്നത്. അതാണ് ഈ കേരളത്തിലെ മുഴുവൻ പേരോടും കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി അടക്കം സകലവരും, സകല മന്ത്രിമാരും നേതാക്കന്മാരും കള്ളം പറയണം. അറിഞ്ഞുകൊണ്ടാണെന്ന്, അറിയാതെയല്ല. ഇത് നടപ്പാക്കാനുള്ള തൊടുന്യായം പറയരുത്. എന്നിട്ട് ഇപ്പൊ എന്താ പറയാൻ പോണേ? ഇപ്പൊ എന്താ പറയണേ? ന്യായം. ശംസുദ്ദീൻ എന്താ പറയാൻ പോണേ? പറയട്ടെ. അദ്ദേഹം അല്ലേ വേറെ വഴിയില്ലെന്ന് പറഞ്ഞു നടന്നത്. അപ്പൊ വഴിയുണ്ടല്ലോ. പ്രശ്നം ഇത് ഒറ്റപ്പെട്ടതല്ലെന്ന്. സർവ മേഖലകളിലും UDF, ഈ UDF സർക്കാര് BJPക്ക് വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്, BJPയുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധവളപത്രത്തിൽ കേന്ദ്രം പണം തരാഞ്ഞിട്ടല്ലേ ഈ പ്രശ്നം മുഴുവനും. വായ്പ എടുക്കുന്ന സമയത്ത് കേന്ദ്രം നിയമം മാറ്റിയിട്ടല്ലേ പ്രശ്നം മുഴുവനും. ഒരു വാക്കുണ്ടോ? എന്നിട്ടിപ്പൊ കേന്ദ്രത്തോട് എന്താ ചെയ്യണേ? മുഖ്യമന്ത്രി ഡൽഹി പോയിട്ടെ 1% കൂടി വായ്പ എടുക്കാൻ ഞങ്ങൾ അനുവദിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടാ. മണിയടിച്ചാൽ 1% കൂടി കിട്ടും ധരിച്ചു. അത്രക്ക് ഭയങ്കര രാഷ്ട്രീയമാണ് UDFന്റേത്. ഇപ്പോഴെനിക്ക് പിടികിട്ടിയത്, ഈ ധവളപത്രത്തിൽ ഒരു വാചകവും ഇല്ല. നയപ്രഖ്യാപനത്തിൽ ഈ കേന്ദ്രത്തിനെതിരായിട്ടൊരു വാചകമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാ?
മുഖ്യമന്ത്രിയും UDF നേതാക്കന്മാരും തീരുമാനിച്ചത് ഒന്നൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ ഒരു ലൈൻ എടുത്ത് ഒന്ന് മണിയടിച്ചു കഴിഞ്ഞാൽ 1% കൂടുതൽ വായ്പ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം അങ്ങ് കടന്നു പോകാമെന്നുള്ളത്. ആ പണത്തിന് മേലൊരു പരന്തും പറക്കൂലെന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, 3% വായ്പ എടുക്കാൻ അവകാശമുണ്ട്. കടം കൂടി കടം മേടിക്കുകയല്ല, ഞാൻ ഇനി പണം പിരിച്ച് എന്താ നമ്മുടെ ഖജനാവ് നിറക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യണേ? നാട്ടുകാരോടൊന്നും പറയാതെ രഹസ്യമായിട്ട് നിർമ്മല സീതാരാമനോട് 3% പോരട്ടെ, ഞങ്ങൾക്ക് സ്വപ്പം പ്രയാസമുണ്ട്, 1% കൂടി വായ്പ. ഈ വായ്പയെ കുറിച്ചൊക്കെ വായിട്ടലച്ചതിനൊക്കെ വല്ല വിലയുണ്ടോ എന്ന്? ഈ നാട്ടിൽ മുഴുവൻ കടപ്പേടി ഉണ്ടാക്കിയവരെ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണം. അത് VD സതീശനെ പോലുള്ള രാഷ്ട്രീയക്കാരും ഉണ്ട്, ഇവിടുത്തെ കുറച്ച് സാമ്പത്തിക വിദഗ്ധരും ഉണ്ട്. സംസ്ഥാന സർക്കാരിന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിയമപ്രകാരം അനുവദിച്ച് കിട്ടുന്ന വായ്പ കൊണ്ട് കടക്കടയിലായി തീരുമെന്ന് പറഞ്ഞു നടന്നിരുന്നവരാ. അതാണ് കടക്കണി എന്ന് ഇവരും പറഞ്ഞിരുന്നത്. ഇപ്പൊ പോയി രഹസ്യമായിട്ട് നാട്ടിൽ പറഞ്ഞോ, ഞാൻ 1% കൂടുതൽ വായ്പ എടുക്കാൻ പോയാണെന്ന്. മാസം 3 കഴിഞ്ഞുള്ളൂ, 12,000 കൂടി വായ്പ എടുത്തുള്ള പണിയാണ്. ഞാൻ അതും പോരാഞ്ഞിട്ട് 1% കൂടി കൂടുതൽ. ഏതായാലും നിർമ്മലാ സീതാരാമൻ ഈ മണി അടിച്ചുകൊണ്ടൊന്നും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. വന്ന വാർത്ത അത് പറ്റൂല എന്ന് പറഞ്ഞെന്നുള്ളതാണ്. ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം സംഖ്യകൾ ഭരിക്കാൻ കയറുകയല്ലേ? എങ്ങനെ 18 പേര് സംഖ്യകള് ഗാന്ധിജി യൂണിവേഴ്സിറ്റി വരുന്നത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏത് കാലത്താണെന്ന് RSS സംഘപരിവാറിന് സ്ഥാനം ഉണ്ടായിട്ടുള്ളത്? എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, പ്രതിഷേധം. ഇതുപോലെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാർഷിക സർവകലാശാല. മാസം 3 കഴിഞ്ഞുള്ളൂ, 12,000 കൂടി വായ്പ എടുത്തുള്ള പണിയാണ്. ഞാൻ അതും പോരാഞ്ഞിട്ട് 1% കൂടി കൂടുതൽ. ഏതായാലും നിർമ്മലാ സീതാരാമൻ ഈ മണി അടിച്ചുകൊണ്ടൊന്നും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. വന്ന വാർത്ത അത് പറ്റൂല എന്ന് പറഞ്ഞെന്നുള്ളതാണ്. ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം സംഖ്യകൾ ഭരിക്കാൻ കയറുകയല്ലേ? എങ്ങനെ 18 പേര് സംഖ്യകള് ഗാന്ധിജി യൂണിവേഴ്സിറ്റി വരുന്നത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏത് കാലത്താണെന്ന് RSS സംഘപരിവാറിന് സ്ഥാനം ഉണ്ടായിട്ടുള്ളത്? എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, പ്രതിഷേധം. ഇതുപോലെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാർഷിക സർവകലാശാല. ഗവർണർ സംസാരിക്കണം, സംസ്ഥാന സർക്കാരിന്റെ കൂടി നിലപാട് അറിഞ്ഞിട്ട് വേണം. ചോദിക്കുക പോലും ചെയ്യാതെ ഒരാളെ നിയമിച്ചിരിക്കുകയല്ലേ? ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയമനത്തിനെതിരായിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വാചകം പറഞ്ഞിട്ടുണ്ടോ? എന്താ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയമം ഇപ്പൊ പാർലമെന്റ് ചർച്ച ചെയ്യാൻ പോണെന്നറിയോ? ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സമിതി വെച്ച് ആയിരിക്കും ഇനി സെലക്ഷൻ നടത്തുന്നത്. പരീക്ഷ നടത്തുന്നത് സർവകലാശാലയല്ല. പക്ഷെ നേരത്തെ ഇന്റർവ്യൂവിന് 30% മാർക്കുള്ളൂ, 70% മാർക്ക് പരീക്ഷക്കായിരുന്നു. ഇപ്പോഴത്തെ പുതിയ നിയമം വരാൻ പോണത് സെലക്ഷന് വേണ്ടി മാർക്ക്, പിന്നെ അവസാനം തിരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂവിനോ 100% മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരാ ഇന്റർവ്യൂ ബോർഡ്? ഈ ഗവർണർ നിശ്ചയിക്കുന്ന ആളുകൾ. ഒരു വാചകം പറയാൻ തയ്യാറുണ്ടോ ഒന്ന്? ഈ ഗവർണർ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ട് പാടില്ല ഇനിമേല് എന്ന് പറഞ്ഞോ?
അപ്പൊ PM-ശ്രീ ഒറ്റപ്പെട്ടൊരു കാര്യമല്ല കേട്ടോ. BJPക്ക് RSSന് കേരളത്തിൽ സ്ഥാനമുറപ്പിക്കുന്നതിന് വേണ്ടി ഒത്താശ കൊണ്ടിരിക്കുകയാണ് ലീഗ് അടങ്ങുന്ന ഈ UDF മന്ത്രിസഭ എന്നുള്ളത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.